മൂന്നാറിലിറങ്ങിയ പടയപ്പ കാട്ടാന ഇപ്പോഴും അവിടെ തുടരുകയാണ്. കുറ്റിയാർ വാലി എസ്റ്റേറ്റിൽ ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ഈ കാട്ടാനയെ കണ്ടത്. ഈ പല സ്ഥലങ്ങളിലും ഈ കാട്ടാന വ്യാപകമായ കൃഷിനാശം വരുത്തിയെന്നും വാർത്തയുണ്ട്. ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ പടയപ്പ തുടരുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാഹുൽ വിജയൻ കൂടി ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകാൻ. രാഹുൽ വിജയൻ, ഈ പടയപ്പ മൂന്നാർ വിട്ടു പോകില്ല എന്ന് തീരുമാനിച്ചുറച്ചതുപോലെ ഉണ്ടല്ലോ. പടയപ്പയ്ക്ക് എന്തായാലും മൂന്നാർ വിട്ടു പോകാൻ കഴിയില്ല. അതാണ് അതിന്റെ ആവാസ മേഖല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നില്ലായിരുന്നു. ഇന്നത് വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി ലയങ്ങളുടെ അടുത്തുവരെ എത്തി. കുറ്റ്യാർവാലിയിലെ ലയങ്ങളുടെ അടുത്തുവരെ എത്തി. അത് ചെറിയ തരത്തിലുള്ള കൃഷികളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകൾക്കുണ്ട്. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് കാട്ടാന ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ആനയെ ആളുകൾ ബഹളം വെച്ച് തുരത്തുകയായിരുന്നു. അതിപ്പോൾ എന്തായാലും ജനവാസ മേഖലയിലില്ല, പക്ഷെ ജനവാസ മേഖലയുടെ തൊട്ട് ചേർന്നുള്ള ചോലവനത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ആയതുകൊണ്ട് തന്നെ RRTയുടെ നിരീക്ഷണം കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ RRT ആനയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അത് വലിയ പ്രശ്നമുണ്ടാക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ്. ആളുകളൊക്കെ ചെറുതായിട്ട് തമാശ രൂപേണ ചോദിക്കുന്നുണ്ട്, വോട്ട് ചെയ്യാൻ വേണ്ടി പടയപ്പ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തിയതാണോ എന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആന ചോലവനത്തിലാണ്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.